പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ഇങ്ങനൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. പാലം കടക്കാൻ നാരായണ നാരായണ എന്ന് വിളിക്കും. പാലം കടന്നാൽ പിന്നെ നാരായണന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നാരായണൻ കൂരായണനാകും. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ആരാണ്? ഒരു സംശയമില്ല, മാത്യു കുഴൽനാടന്. അത് മുസ്ലിം ലീഗ് തന്നെയാണ്. മാത്യു കുഴൽനാടന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും പറയും മുസ്ലിം ലീഗാണ് യു ഡി എഫിൻ്റെ നട്ടെല്ല്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫിലെ ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ കഴിയില്ല എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മോട് പറയുന്നുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ ഏകീകരണം, എല്ലാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം യു ഡി എഫിന് അനുകൂലമായി നിന്നിട്ടുണ്ട്. അത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിയ വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. എത്രയോ കാലമായി നടത്തുന്നു. പിണറായി വിജയനെ ശത്രു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി വെച്ച പ്രചാരണം പിന്നീട് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നു. മുസ്ലിം സമുദായം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവസാനം മാറാൻ ശ്രമിച്ചു എങ്കിലും അത് ആ പ്രചാരണം അവരുടെ മനസ്സിൽ, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൽ അങ്ങനെ അടിയുറച്ച് നിന്നിരുന്നു. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് വോട്ടെടുപ്പിൽ നാം കണ്ടത്. അങ്ങനെ യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിലെത്തിച്ചു മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിനോട് പറയുകയാണ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളും. മുസ്ലിം ലീഗിന് പണിയെടുത്താൽ മതി എന്ന് പരസ്യമായി പറഞ്ഞു മാത്യു കുഴൽനാടൻ. ആ വാക്കുകൾ കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ ആർ എസ് പിയുടെ നേതാവ് ഇന്ന ആളാകണം, ആർ എസ് പിയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻ. ഇതിന്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ആരും ഒരു ലക്ഷ്മണ രേഖയുണ്ട്. ആ ലക്ഷ്മണ രേഖ ആരും ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. മാത്യു കുഴൽനാടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ മാന്യത കാട്ടണമായിരുന്നു. അത് സംഘടനകൾ പാലിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്. മാത്യു കുഴൽനാടന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് പാലിക്കാൻ മുസ്ലിം ലീഗ് ബാധ്യസ്ഥമാണ്. അത് പാലിക്കാൻ മുസ്ലിം ലീഗിന് ഉത്തരവാദിത്വമുണ്ട്, കോൺഗ്രസിനും ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസ് മുസ്ലിം ലീഗിലെ നേതാക്കൾ ആരൊക്കെയാണ് എന്ന് പറയാറില്ലല്ലോ, ആരൊക്കെ മന്ത്രിമാരാകണം എന്ന് പറയാറില്ലല്ലോ. അതുപോലെ തന്നെ മുസ്ലിം ലീഗും ആ മാന്യത പാലിക്കണം എന്നാണ് മാത്യു കുഴൽനാടൻ മുസ്ലിം ലീഗ് നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം സമുദായ സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ യു ഡി എഫ് ഇത്ര വലിയ വിജയം നേടുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ യു ഡി എഫ് നേതാക്കൾക്ക് എതിരെ, യു ഡി എഫിനെതിരെ ഉയർന്നു വന്ന ആരോപണമുണ്ട്. കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും, മുസ്ലിം സംഘടനകളായിരിക്കും, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളായിരിക്കും എന്ന് പല രാഷ്ട്രീയ നേതാക്കളും സമുദായ സംഘടനാ നേതാക്കളും ഒക്കെ പറയാറുണ്ടായിരുന്നു. അന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയാറുള്ളത് അത് വർഗീയതയാണ്, പറയുന്നത് പച്ചവർഗീയതയാണ്, പച്ചവെള്ളത്തിന് തീ കൊടുക്കുന്ന നിലപാടാണ് ഇത്തരം ആളുകൾ സ്വീകരിക്കുക എന്ന്. ഇപ്പോൾ മാത്യു കുഴൽനാടന് ബോധ്യപ്പെട്ടു, കോൺഗ്രസിന് ബോധ്യപ്പെട്ടു എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന്, എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്ന്, എന്തിനാണ് അവർ ഇത്ര കാലം പ്രവർത്തിച്ചത് എന്ന്. നേരത്തെ കെ എം ഷാജി പ്രസംഗിച്ച ഇടത്ത് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 9.5 വർഷക്കാലത്തെ നഷ്ടങ്ങൾ നികത്താൻ ഈ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ, അല്ലാതെ പിന്നെന്തിനാണ് ഭരണം എന്ന് ചോദിച്ച കെ എം ഷാജിയുണ്ട്. ആ കെ എം ഷാജിയുടെ നിലപാടിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും അതുതന്നെയാണ്. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. യു ഡി എഫ് സർക്കാരിനെ സമ്പൂർണ്ണമായും നിയന്ത്രിക്കുക മുസ്ലിം ലീഗായിരിക്കും, മുസ്ലിം സംഘടനകളായിരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ. മാത്യു കുഴൽനാടൻ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ആരും മുസ്ലിം ലീഗിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നോർക്കണം. അതും കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ്. മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകാൻ തയ്യാറാകുന്നത് എന്ന്
പറയാതെ പറയുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ. അതല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞതിനോട് യോജിക്കണമായിരുന്നു, അതല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ പറയുന്നതിന് മുമ്പേ തന്നെ ഇക്കാര്യം പറയേണ്ടതായിരുന്നു.